സംഗീത കച്ചേരി അവതരിപ്പിച്ച കലാകാരന്മാരെ കഥകളി ക്ലബിൻ്റെ വജ്രജൂബിലി ആഘോഷവേദി ആദരിക്കുകയാണ്. കലാകാരന്മാർക്ക് ഉപഹാരം നൽകി അനുമോദിക്കുന്നതിനായി ആദരണീയനായ കലാമണ്ഡലം ഗോപി ആശാനെ സാദരം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വായ്പാട്ടിൽ സംഗീത വിരുന്നൊരുക്കിയ മൂഴുക്കുളം ഹരികൃഷ്ണൻ അങ്ങയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മായ സുബ്രഹ്മണ്യൻ, ബാലസുബ്രഹ്മണ്യ ആശാൻ്റെ മകളാണ് മായ. വയലിനിൽ പിന്തുണച്ച വയല രാജേന്ദ്രൻ, ശ്രീ ബാലഗോപാൽ മൃദംഗം, ഘടം സുജിത് മാധവൻ, കഥകളി ക്ലബിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ 2ാം ദിവസത്തെ 3ാം കാലാംശം സമാധാന സദസ്സ് ആരംഭിക്കുന്നു. വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാൻ, യോഗത്തിൻ്റെ അധ്യക്ഷൻ കഥകളി ക്ലബ് രക്ഷാധികാരി അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മോസ്, അനുഗ്രഹ ഭാഷണത്തിനായി എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട്, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ ആശാൻ, ആശംസാ ഭാഷകരായ ഇരിങ്ങാലക്കുട കഥകളി ക്ലബ് പ്രതിനിധി അനിയൻ മംഗലശ്ശേരി, കുന്നംകുളം കഥകളി ക്ലബ് പ്രതിനിധി കാണിപ്പയ്യൂർ കുട്ടൻ, ചാലക്കുടി കഥകളി ക്ലബ് ചന്ദ്രൻ KN, പാലിയേക്കര ശ്രീ ബിജു കൃഷ്ണൻ, കലാമണ്ഡലം അരുൺ വാര്യർ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബാലസുബ്രഹ്മണ്യാശാൻ്റെ ധർമ്മപത്നി ശ്രീമതി സുമ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ശ്രീമതി ജയ അവണു, ശ്രീ നാരായണ ചാക്യാർ. കഥാപാത്രത്തിൻ്റെ വൈകാരികവും വൈചാരികവുമായ മാനസിക തലങ്ങൾ ആത്മാവിലേക്ക് ആവിഷ്കരിച്ച് ആസ്വാദകനിലേക്ക് സംവേദനം ചെയ്യുന്നതാണ് അഭിനയകല. അതുല്യമായ അഭിനയസിദ്ധി കൊണ്ട് കഥകളിയെ ലോകമെമ്പാടും ആസ്വാദ്യമാക്കിയ കലാകാരന്മാരിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ്റെ ഇടം ഏറെ മുന്നിലാണ്. ആ ശിശുവിനറുപതോ വിശ്വസിക്കാൻ ഞെരുക്കം എന്ന് കവി പാടിയ പോലെ അരങ്ങിൽ ചടുല ചലനങ്ങളും മിന്നിമറയുന്ന ഭാവങ്ങളും കൊണ്ട് കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശനം ചെയ്ത് സഹൃദയരെ ആസ്വാദനത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാന് 70 പൂർത്തിയാവുകയാണത്രേ. കവി KN ദുർഗാദത്തൻ ഭട്ടതിരിപ്പാടിൻ്റെ കവിതകൾക്ക് അവതാരിക എഴുതിക്കൊണ്ട് അക്കിത്തം പറഞ്ഞു: 60-ലും 16, 16-ലും 60. അതാണ് ദുർഗാദത്ത കവിത. സംഖ്യകൾ ഒന്നു മാറ്റിയാൽ 17-ലും 70, 70-ലും 17. അതാണ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ. സപ്തതിയിലെത്തിയ അദ്ദേഹത്തിന് സഹൃദയ സദസ്സിൻ്റെ ആദരം കഥകളി ക്ലബിൻ്റെ വജ്രജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അർപ്പിക്കുകയാണ്. സമാദരണ സദസ്സ് ആരംഭിക്കുന്നു. പ്രാർത്ഥന മായ ബാലസുബ്രഹ്മണ്യൻ.
ഞങ്ങൾ കരം കൂപ്പി നിൽക്കുന്നു മണ്ണിൻ്റെ പുണ്യമേ നിൻ മുന്നിൽ ആർത്തമോദം. ആ വെളിച്ചത്തിൽ കുളിച്ചു നിന്നീ ഞങ്ങൾ ഈ വിധം പ്രാർത്ഥന ചെയ്തിടുന്നു. വിഘ്നങ്ങളൊക്കെയും താണ്ടി മുന്നേറുവാൻ ശക്തിയും നിത്യ പ്രസന്നതയും ദേവാകനിഞ്ഞു നീയേകണേ ഞങ്ങൾ തൻ ജീവിതം ധന്യമായി തീർത്തിടണേ. ജീവിതം ധന്യമായി തീർത്തിടണേ. ജീവിതം ധന്യമായി തീർത്തിടണേ. സ്വാഗതം ആശംസിക്കാൻ കഥകളി ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി ജയ അവണൂറിനെ സ്നേഹപുരസരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ 2ാമത്തെ ദിവസമാണിന്ന്. കഥകളി എന്ന മഹത്തായ കലയെ പരിപോഷിപ്പിക്കുന്ന ഒട്ടേറെ സംഘടനകൾ നമുക്കിന്നുണ്ട്. കൊല്ലത്തിൽ ഒരു കളി മാത്രം നടത്തുന്ന സംഘടനകളും മാസത്തിൽ 2 കളികൾ വരെ നടത്തുന്ന സംഘടനകളുമുണ്ട്. എന്നാൽ 60 വർഷമായി പ്രതിമാസ പരിപാടികൾ ഒന്നുപോലും മുടങ്ങാതെ നടത്തി വരുന്ന ഒരേ ഒരു സംഘടന തൃശ്ശൂർ കഥകളി ക്ലബ്ബ് മാത്രമാണ് എന്ന് വലിയ അഭിമാനത്തോടു കൂടി പറയാം. വ്യക്തിപരമായി എനിക്ക് ഈ ക്ലബിനോട് വൈകാര്യമായി വളരെയധികം അടുപ്പമുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ ക്ലബ്ബ് കളി കാണാൻ മുത്തശ്ശൻ്റെയും അച്ഛനമ്മമാരുടെയും കൂടെ റീജിയണൽ തിയേറ്ററിൽ പോയി കുറച്ച് നേരം കളി കണ്ടും ഉറങ്ങിയും കഴിച്ചു കൂട്ടിയിരുന്ന എനിക്ക് തൃശ്ശൂർ കഥകളി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ്. കുറച്ച് വലുതായപ്പോൾ പ്രതിമാസ പരിപാടികളുടെ കഥാസാരം, വാർഷികമായി പ്രസിദ്ധീകരിക്കുന്ന സുവനീറിൻ്റെ ലേഖനങ്ങൾ, ഇവയുടെ പ്രൂഫ് റീഡിംഗ് തുടങ്ങിയ ചെറിയ പണികൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ചെയ്തു പോന്നു. തുടർച്ചയായി 771 പരിപാടികൾ നടത്തി വന്ന ക്ലബ്ബ് ഇന്ന് ഗംഭീരമായി 60ാം വാർഷികം ആഘോഷിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ 2ാം ദിവസമായ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് സസന്തോഷം സമ്മതിച്ച പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാനെ പറ്റി 2 വാക്ക് പറയട്ടെ. അദ്ദേഹത്തെ പറ്റി ഈ വേദിയിൽ എന്തെങ്കിലും പറയുന്നത് അധികപ്പറ്റാവും എന്നറിയാം. കേരള കലാമണ്ഡലം എന്ന പേരിനോടനുബന്ധിച്ചും കഥകളി എന്ന ഒരു വാക്കിനോടനുബന്ധിച്ചും ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, ആസ്വദിക്കപ്പെടുന്ന മലയാളം കഥകളി നടൻ എന്ന് അദ്ദേഹത്തെ എന്തുകൊണ്ടും വിശേഷിപ്പിക്കട്ടെ. കലാലോകത്ത് എന്തുകൊണ്ടും ജ്യേഷ്ഠ സമാനനായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായർ കേരള കലാമണ്ഡലത്തിൻ്റെയും കഥകളി എന്ന കലാരൂപത്തിൻ്റെയും പേരും പെരുമയും ഭാരതത്തിലും വിദേശങ്ങളിലും വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മഹൽ വ്യക്തിയായിരുന്നല്ലോ. അദ്ദേഹത്തിന് ശേഷം ഗോപിയാശാൻ അത് സ്തുത്യർഹമായി നിർവഹിച്ചു വരുന്നു. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരിയും മാർഗദർശിയുമാണ് ഗോപിയാശാൻ. 1988 ക്ലബ്ബ് ഡോക്ടർ KN പിഷാരടി സ്മാരക സുവർണമുദ്ര നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കഥകളി ലോകത്തെ അഭിമാനഭാജനമായ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസാണ്. ബ്രിട്ടീഷ് വൈസ്രോയിൽ നിന്ന് വൈദ്യരത്നം ബഹുമതി ലഭിച്ച ശ്രീ ET നാരായണ മൂസ് തുടങ്ങി വെച്ച പാരമ്പര്യത്തിൻ്റെ കണ്ണിയാണ് ശ്രീ നീലകണ്ഠൻ മൂസ്. പിതാമഹനായ പത്മശ്രീ ET നീലകണ്ഠൻ മൂസിൽ നിന്നും പിതാവായ പത്മഭൂഷൺ ET നാരായണ മൂസിൽ നിന്നും വൈദ്യപഠനം ആരംഭിച്ച ഉണ്ണിമൂസ് ആയുർവേദത്തിൽ ബിരുദം നേടി. ഇപ്പോൾ വൈദ്യരത്നം ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരിയും സുഹൃത്തുമാണ്. തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച ക്ലബിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിയ ശ്രീ നീലകണ്ഠൻ മൂസിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ യോഗത്തിൽ മുഖ്യാതിഥിയായി എത്താമെന്ന് ഏറ്റിരുന്ന ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവറുകളാണ്. അദ്ദേഹത്തിന് എന്തോ കാരണം കൊണ്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. തൃശ്ശൂരിൻ്റെ കലാ സാംസ്കാരിക മേഖലകളിൽ
സക്രിയമായ ഇടപെടലുകൾ നടത്തുന്ന, അത് കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ മുതൽ തൃശ്ശൂർ പൂരം, കുമ്മാട്ടിക്കളി, പുലിക്കളി വരെയുള്ള സകല മേഖലയുടെയും സുഗമമായ നടത്തിപ്പിനും ഉന്നമനത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ശ്രീ രാജൻ. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ 55 വർഷത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി അതിൻ്റെ വിശ്വാസ്യതയെ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഭൂമി പ്രതിവർഷം സെൻറ്റിന് 100 രൂപ എന്ന സൗജന്യ നിരക്കിൽ തന്നിട്ടുള്ളത്. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തൃശ്ശൂർ ക്ലബിൻ്റെ ഒപ്പം നിന്ന് ചീഫ് വിപ്പ് ആയിരുന്ന സമയത്ത് നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി രാജനെ ക്ലബിന് മറക്കാൻ പറ്റില്ല. അപേക്ഷയ്ക്ക് വേണ്ടി കയറി ഇറങ്ങിയ ഓരോ പടവിലും ഒപ്പം നിൽക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം പാട്ടക്കരാർ ഒപ്പിട്ട് തരുന്നത് വരെ നമ്മോടൊപ്പം നിന്നിരുന്നു. കേരള സർക്കാരിൻ്റെ ഇത്തവണത്തെ ബജറ്റിൽ ഈ പദ്ധതിക്ക് വേണ്ടി 2 കോടി രൂപ അനുവദിച്ചതിലും ശ്രീ രാജൻ്റെ പ്രധാന പങ്കുണ്ടെന്ന കാര്യം കൃതജ്ഞതയോടെ പറയട്ടെ. തൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു. അടുത്തതായി ഇന്നത്തെ താരമായ ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാനാണ്. കലാമണ്ഡലം ശൈലിയുടെ തനിമയിലും തെളിമയിലുമുള്ള പച്ചവേഷങ്ങളും കത്തിവേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അപൂർവം വേഷപ്രതിഭകളിൽ ഒരാളാണ് ശ്രീ ബാലസുബ്രഹ്മണ്യൻ. ഇന്നലെ ഇവിടെ നടന്ന ക്രമീരവത്തിൽ ധർമ്മപുത്രരുടെ ചിട്ടപ്രധാനമായ വേഷം വളരെ തന്മയത്വത്തോടു കൂടി എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കലാമണ്ഡലത്തിലെ വിദ്യാഭ്യാസത്തിന് ശേഷം 32 വർഷം അതേ സ്ഥാപനത്തിൽ വടക്കൻ ചിട്ടക്കളരിയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം നയിച്ച ശ്രീ ബാലസുബ്രഹ്മണ്യാശൻ പ്രിൻസിപ്പൽ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് 2011 വിരമിച്ചു. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ വളരെ അടുത്ത സുഹൃത്തായ അദ്ദേഹത്തിന് 10 കൊല്ലം മുമ്പ് ഡോക്ടർ KN പിഷാരടി സ്മാരക സുവർണ്ണ മുദ്ര നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ന് സപ്തതി ആഘോഷിക്കുന്ന കലാകേരളത്തിൻ്റെ അഭിമാനമായ ബാലസുബ്രഹ്മണ്യാശാനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ്റെ ആശാൻ്റെ സപ്തതി സമാദരണ സദസ്സിൽ അനുഗ്രഹ ഭാഷണത്തിനായി ഈ വേദിയിൽ ഇരിക്കുന്ന അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാടാണ്. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ജീവാത്മാവും പരമാത്മാവും അദ്ദേഹമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല. 91 വയസ്സിനോടടുത്താലും ക്ലബ്ബ് തുടങ്ങിയ 1965 മുതൽ ഈ 60ാം വാർഷിക വേളയിലും അദ്ദേഹത്തെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ നാരായണ ചാക്യാരാണ് ഇന്നിവിടെ നന്ദി പറയുന്നതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിനും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ കഥകളി ക്ലബ്ബുകളുടെ പ്രതിനിധികളാണ്. ഇരിഞ്ഞാലക്കുട ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ് പ്രതിനിധി, ചാലക്കുടി കഥകളി ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ മുരളി മാഷ്, കുന്നംകുളം കഥകളി ക്ലബ് പ്രസിഡന്റ് ശ്രീ കാണിപ്പയ്യൂർ കുട്ടൻ, പാലിയേക്കര ശ്രീഭദ്രം സ്വാഗത സമിതി പ്രതിനിധി ശ്രീ KK ബിജു, എല്ലാവരെയും തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ബാലസുബ്രഹ്മണ്യാശാൻ്റെ ശിഷ്യരും മറ്റ് കഥകളി കലാകാരന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ക്ലബിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അഭ്യർത്ഥന അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രത്തിൻ്റെ ടെക്നിക്കൽ ടീമിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്കൂൾ കലോത്സവങ്ങളിൽ കഥകളി സംഗീതം എന്നീ വിഭാഗങ്ങളിൽ സമ്മാനാർഹരായ മിടുക്കികളെയും മിടുക്കന്മാരെയും കൗതുകപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി ജയ അവണൂർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസാണ്. രോഗശാന്തിക്കായി അവിരാമം പ്രവർത്തിക്കുന്ന അദ്ദേഹം ഒരുപക്ഷെ നമ്മളെല്ലാം പറഞ്ഞു കേട്ട പോലെ
ചികിത്സാരംഗത്ത് വൈദ്യത്തോടൊപ്പം തന്നെ കലകൾക്കും രോഗശാന്തി പകരാൻ അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന ചിന്ത കൊണ്ടായിരിക്കാം അദ്ദേഹം കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ അധ്യക്ഷ ഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ്റെ സപ്തതി സമാധാന സദസ്സിൻ്റെ ഉദ്ഘാടകൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ, മുഖ്യ അതിഥി ഇന്നിവിടെ വന്നിട്ടില്ലെങ്കിലും റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന കഥകളി ക്ലബിൻ്റെ രക്ഷാധികാരി, നേരത്തെ പറഞ്ഞ പോലെ എല്ലാമായ ശ്രീ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിപ്പാട്, ഇന്നത്തെ കേന്ദ്രപുരുഷൻ ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, ശ്രീമതി ജയ അവണൂർ, നന്ദി പറയുന്ന നാരായണ ചാക്യാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മഹാരഥന്മാർ പങ്കെടുക്കുന്ന ഈ ആദരണ വേദിയിൽ അധ്യക്ഷം വഹിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ഞാൻ ഒരു തെല്ലു നേരം ഒന്ന് സംശയത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. തൃശ്ശൂർ കഥകളി ക്ലബ്ബുമായി ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടം മുതൽ എൻ്റെ മുത്തച്ഛനും അച്ഛനുമായിട്ടുണ്ടായിരുന്ന ഒരു അടുത്ത ബന്ധം മാത്രമാണ് എനിക്കിവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കഥകളിയെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാനുള്ള ഒരു ജ്ഞാനം ഇല്ല എന്ന് മാത്രമല്ല, അജ്ഞാനം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ആ ബന്ധത്തിലൂടെ എങ്കിലും മൂന്നാം തലമുറയിൽപ്പെട്ട എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. പിന്നെ തൃശ്ശൂർ കഥകളി ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഥകളിയുടെ ചരിത്രത്തോടൊപ്പം നടന്ന് തൃശ്ശൂർ കഥകളി ക്ലബ്ബ് വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതീവ ചാരിതാർത്ഥ്യമുണ്ട്. കേരളത്തിലെ വിശിഷ്ടനായ കലാകാരന്മാർക്ക് മുഴുവൻ അരങ്ങൊരുക്കുകയും അവരെ പുരസ്കാരങ്ങൾ നൽകി പ്രൊമോട്ട് ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയെ വരുന്ന ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെ ശ്ലാഘനീയമാണ് എന്ന് പറയാതിരിക്കാനും ഓർക്കാതിരിക്കാനും വയ്യ. സപ്തതിയിലേക്ക് കടന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ തൃശ്ശൂർ കഥകളി ക്ലബ്ബ് ഇന്നിവിടെ ആദരിക്കുകയാണ്. കഥകളിയിൽ ബാലസുബ്രഹ്മണ്യൻ്റെ സ്ഥാനം നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. എന്നാൽ ഇനിയുള്ള സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ള മികച്ച അംഗീകാരം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കളിയരങ്ങിൽ ഇനി വേഷം കെട്ടില്ലെന്ന് ഗോപിയാസൻ എവിടെയോ ഒരിക്കൽ പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം അരങ്ങത്തുനിന്ന് മാറി നിൽക്കുന്നു എന്ന വാർത്തയിൽ സത്യത്തിൻ്റെ ഒരു കണിയ പോലും ഉണ്ടാകരുത് എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സ് പറയുന്നതും ആഗ്രഹിക്കുന്നതും. കലാമണ്ഡലത്തെ രാമൻകുട്ടി നായരുടെയും പത്മനാഭൻ നായരുടെയും ഗോപിയാശാൻ്റെയും ശിക്ഷണത്തിൽ വളർന്ന ശ്രീ ബാലസുബ്രഹ്മണ്യൻ്റെ ഗുരുത്വത്തിന് ഇന്നും ഒരു ലോപം സംഭവിച്ചിട്ടില്ല. അതുതന്നെയാണ് അദ്ദേഹത്തെ ലോകം അറിയുന്ന ഒരു കലാകാരനാക്കി മാറ്റിയതും. വൃത്തിയായ ചൊല്ലിയാട്ടും ഉണ്ട്, സജ്ജമായ ശരീരമാണ് ബാലസുബ്രഹ്മണ്യൻ്റേത്. പച്ച മാത്രമല്ല, കത്തി വെള്ളത്താടി വേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എത്ര വേഷം കെട്ടിയാലും മതിവരാത്ത ഒരു മനസ്സ്, കിട്ടുന്ന ഏത് വേഷവും വിജയിപ്പിക്കാനുള്ള സർഗശേഷി, അങ്ങനെ കഥകളിക്ക് വേണ്ടി മാത്രം ജനിച്ച് ജീവിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ് ശ്രീ ബാലസുബ്രഹ്മണ്യൻ. അദ്ദേഹത്തെ ആദരിക്കാൻ തൃശ്ശൂർ കഥകളി ക്ലബ്ബ് എടുത്ത തീരുമാനം എന്തുകൊണ്ടും ഉചിതമായി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയ, അതിൽ ഭാഗഭാക്കാക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട്. എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ശ്രീ ബാലസുബ്രഹ്മണ്യനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ് എൻ്റെ ഒപ്പവും എനിക്ക് മുന്നിലും ഇരിക്കുന്നതെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു അധിക പ്രസംഗത്തിന് മുതിരുന്നില്ല. ബാലസുബ്രഹ്മണ്യൻ ഇന്നിൻ്റെ നിറഞ്ഞൊരു വേഷക്കാരനാണ്. നാളെയുടെ അധിപനായി അദ്ദേഹം മാറും എന്നതിൽ നമുക്ക് സംശയവുമില്ല. ആ അവസരത്തിനായി നമുക്ക് കാതോർക്കാം, മെഴി തുറക്കാം. അതിനായി ആശംസകളോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഗുരു കടാക്ഷം ലഭിച്ച കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാൻ്റെ അഭിനയ നൈപുണ്യം പരാമർശിച്ചുകൊണ്ട് സദസ്സിനോട് സംവദിച്ചു ആദരണീയനായ അധ്യക്ഷൻ അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ്. അങ്ങയുടെ വാക്കുകൾക്ക് സാദര പ്രണാമം. നടന വൈഭവത്തിൻ്റെ മൂർത്തരൂപം, കഥകളിത്തത്തിൻ്റെ പ്രോജ്വലിക്കുന്ന ഹരിതപ്രഭാ സ്രോതസ്, കലാമണ്ഡലം ഗോപിയാശാൻ എന്ന കഥകളിയുടെ സൂര്യ തേജസ്സിനെ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാനെ ഈ സമാദരണ സദസ്സിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനായി പ്രണാമപൂർവം ക്ഷണിക്കുന്നു. വേദിയിരിക്കുന്ന അധ്യക്ഷൻ അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ്, നമ്മളെ സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്, രാധാകൃഷ്ണൻ സാർ, പ്രശാന്ത മേനോൻ, ബാലസുബ്രഹ്മണ്യൻ, സുമ, മറ്റേ നാരായണൻ ചാക്യാർ, അങ്ങനെ വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളെ, സഹൃദയരും കഥകളി പ്രേമികളുമായ സദസ്യരെ, നമസ്കാരം. എന്താ ഈ കലാപ്രേമികളെ എന്ന് പറയാത്ത ചോദിച്ചാൽ, കഥകളി പ്രേമികളായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളൂ. അപ്പം പിന്നെ കലാപ്രേമികളെ എന്ന് പറഞ്ഞാൽ അത് കലാപ്രേമികളായ തെറ്റുണ്ട് എന്നല്ല പറഞ്ഞത്. ഏതായാലും ആ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തന്നു, അത്രയേ ഉള്ളൂ. നമ്മളുടെ കഥകളിയെ സംബന്ധിച്ച് കേരളീയർക്ക് ഇപ്പോൾ കേരളീയർക്ക് മുഴുക്കെ ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷേ എങ്കിൽ ശരി, അവർക്ക് കഥകളിയോടൊരു മതിപ്പില്ല, എപ്പോഴും ഉണ്ട്. ഒരു കാര്യമുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, കഥകളി വിശ്വോത്തര ക്ലാസിക്കൽ കലയാണ് കഥകളി. വിശ്വോത്തര കലയായിട്ട് വിദേശികളും കൂടി സമ്മതിച്ചിരിക്കുന്നു. ആ വിദേശികൾ സമ്മതിച്ചാൽ പിന്നെ നമ്മളുടെ മലയാളികൾക്കത് സമ്മതിക്കാതിരിക്കാൻ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതല്ല അതിൻ്റെ കാര്യം. ഇതേമാതിരി എല്ലാം തികഞ്ഞ ഒരു കല കഥകളിയെപ്പോലെ മറ്റൊന്നില്ല എന്നുള്ളത് ഞാൻ കഥകളിക്കാരനായതുകൊണ്ട് പറയലല്ല, മറ്റൊന്നില്ല എന്നുള്ളതിന് നിസ്സംശയം പറയാം. എല്ലാം തികഞ്ഞ ഒരു കല കഥകളി മാത്രമാണ്. അതിൽ ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നത് ഈ വാചികാഭിനയമല്ല എന്നുള്ളത് കൊണ്ടാണ്. ആംഗികാഭിനയം ആണ്. അതുകൊണ്ട് ആസ്വദിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് അതിനോട് അങ്ങേറ്റവും പ്രതിപത്തി തോന്നാത്തത് എന്നുള്ളത് വാസ്തവമാണ്. അല്ലാണ്ട് ഇതിനെ അവഹേളിച്ചും കൊണ്ട് കഥകളി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഊമക്കളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ധരിച്ചും കൊണ്ട് ഇന്ന് ആരും പ്രവർത്തിക്കുന്നില്ല എന്നും അറിയാം.
പക്ഷേ എങ്കിലും ശരി ജനകീയമാണ് സിനിമ. അത് ജനകീയമാണ് എന്നുള്ളതിൽ വാസ്തവമാണ്. ഇപ്പോൾ ഒരു കേട്ട വർത്തമാനം പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ല. എന്താ ഇപ്പോൾ ഈ മോഹൻലാലും കൂട്ടൊരു ഈശ്വരനല്ലേ, എന്താ ഈ തിരക്കെ, എന്താ ഈ എന്താ എമ്പുരാൻ, എനിക്ക് നാവുമ്പോൾ തന്നെ കിട്ടില്ല. ഏതായാലും ആ എമ്പുരാൻ 6 വർഷമായിട്ടാണ് ഞാൻ കേട്ടത്. പക്ഷേ കോടിക്കണക്കിന് കാശ് കിട്ടിയെന്ന് അവരും പറയുന്നുണ്ട്. അല്ല, അതാണ് കാശ് കിട്ടാൻ ഏറ്റവും നല്ല വഴി. തോന്നിയത് കാണിച്ചാൽ ഇഷ്ടം പോലെ കിട്ടും കാശ്. ഞങ്ങൾക്കതില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് കാശ് കുറവാണ്. ആർക്ക്? കഥകളിക്കാർക്ക്. അതിപ്പോൾ സാരമില്ല, കുഴപ്പമില്ല. എങ്കിലും ശരി, ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തിയാണല്ലോ ഞങ്ങൾ ചെയ്യണത് എന്നുള്ളത് ഒരു അഭിമാനപൂർവ്വം സാധിക്കും പറയാൻ. അതിലിപ്പോൾ എൻ്റെ പക്ഷം പറഞ്ഞുകൊണ്ട് സുബ്രഹ്മണ്യനും പറയും. എന്താ വെച്ചാൽ സുബ്രഹ്മണ്യൻ്റെ ആശാനെന്ന് സുബ്രഹ്മണ്യൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ കലയായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത് നമ്മളുടെ മലയാളികളുടെ അങ്ങേറ്റവും ഉത്തരവാദിത്വവും ആവശ്യവും ആഗ്രഹവും ആവണം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ തൃശ്ശൂർ കഥകളി ക്ലബ്ബ് വജ്രജൂബിലി, അതായത് 60ാമത്തെ വർഷം ആണ് എന്ന് അറിയാം. ഈ 60ാമത്തെ വർഷം വരെ ഞാൻ സ്വതവേ ചിറ്റൂർ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ അച്ഛൻ, ചിറ്റൂർ മറ്റേ കുഞ്ഞൻ നമ്പൂതിരിപ്പാട് പ്രസിഡൻ്റായിരിക്കുന്ന കാലം മുതലൊക്കെ ഇവിടുത്തെ ഒരു അന്തേവാസിയായിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ്. അതായത് ആ കാലം മുതലൊക്കെ തൃശ്ശൂർ ക്ലബിനെ എനിക്ക് അങ്ങേറ്റവും സുപരിചിതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ അന്ന് നടന്നിരുന്നതൊന്നും അല്ല ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ രാധാകൃഷ്ണൻ സാറ് പ്രസിഡൻ്റായ ശേഷം ഇപ്പോൾ പ്രശാന്ത് സെക്രട്ടറിയും അങ്ങനെയൊക്കെയായിട്ട് രൂപാന്തരപ്പെട്ടത് 3 കൊല്ലമായിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ രാധാകൃഷ്ണൻ സാറ് അതായിരുന്നു പ്രസിഡൻ്റായിരുന്നു. അല്ല, പ്രസിഡന്റ് നമ്മുടെ CK നാരായണൻ നമ്പൂതിരിപ്പാടായിരുന്നു. അല്ല, എന്തായാലും വേണ്ടില്ല, ഈ 2-3 കൊല്ലമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു മാറ്റം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, അതായത് ഈ നമ്മുടെ ഈ കഥകളി ക്ലബിനെ ഇവരുടെ ബയോയിൽ, അതായത് ഇവർ സ്വതവേ തന്നെ പറയുക, അതായത് കഥകളി ക്ലബ്ബ്, ഞാൻ തൃശ്ശൂരിലത്തെ അല്ല പറയുന്നത്, സ്വതവേ കഥകളി ക്ലബ്ബുകൾ യുവകലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തർപ്പിച്ച് പറയും. പക്ഷേ കഴിയുന്നതും അവർ അങ്ങേറ്റത്തെ പ്രഗത്ഭരായ കലാകാരന്മാരെ വരുത്തിയിട്ട് കളിപ്പിച്ച് ആസ്വദിക്കാൻ മുൻപിലിരുന്ന് ആസ്വദിച്ച് സന്തോഷിക്കും ആയിരുന്നു. സന്തോഷിക്കുമായിരുന്നു എന്ന് പറയാൻ കാരണം കുറേ അനുഭവസ്ഥനാണ് ഞാനെന്നർത്ഥം. അത് തൃശ്ശൂർ ക്ലബിനെയല്ല ഞാൻ പറയുന്നത്, സ്വതവേയുള്ള കഥകളി ക്ലബിൻ്റെ ഇതാണ്. പക്ഷേ അങ്ങനെയുള്ള കഥകളി ക്ലബ്ബുകൾ മിക്കതും ശോഷിച്ച് അങ്ങേറ്റം ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. മുഴുവൻ ചിലതൊക്കെ തീർന്നു പോയിട്ടുണ്ട്, ചിലതൊക്കെ വളർന്നു വന്നിട്ടുമുണ്ട്. ആ വളർന്നു വന്നതിൽപ്പെട്ടതാണ് നമ്മുടെ തൃശ്ശൂർ ക്ലബ്ബ്. അതായത് ഇവിടെ മാസം തോറും പരിപാടി നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടായിരിക്കാം. പക്ഷേ എങ്കിലും ശരി, ആ സ്പോൺസർ ചെയ്യുമ്പോൾ ആ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ ആഗ്രഹപ്രകാരമുള്ള കളിയല്ല നടത്തുന്നത്. യുവകലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണോ അതിന് വേണ്ട പ്രോത്സാഹനം യുവകലാകാരന്മാർക്ക് കൊടുത്തുകൊണ്ട് അവരെ വിളിച്ചിട്ട് പരിപാടി നടത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു അങ്ങേറ്റത്തെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പോഴത്തെ ഈ ഭരണസമിതി. ആ ഭരണസമിതിയിൽപ്പെട്ട പ്രധാനപ്പെട്ട രാധാകൃഷ്ണൻ സാറും
പ്രശാന്തൻ മേനോനും രാജീവ് മേനോനും ഒക്കെ അതിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അത് പറയാതെ വയ്യ എന്നർത്ഥം. അപ്പോൾ അത്രയ്ക്കും ആ ഈ യുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാലാണ് കഥകളിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് അവർക്ക് പരിപൂർണമായ ബോധ്യമുണ്ട്. അതായത് നമുക്ക് കഥകളി ഇന്ന് മാത്രം പോരാ, നാളെ മാത്രം പോരാ. ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ യുവ കലാകാരന്മാർ വളർന്നു വരണം. അവർക്ക് വേണ്ട മാതിരി പ്രോത്സാഹനം കൊടുക്കണം. ആ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ എന്തുണ്ട്, അവരും വളരണു, കഥകളി ക്ലബ്ബുകളും വളരണു. ഈ കഥകളി ക്ലബ്ബുകൾ വളരുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ്. അതിന് പ്രധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാനും, അതായത് എന്നെ സംബന്ധിച്ച് ഞാനും എന്ന് പറഞ്ഞാൽ ഞാനും രക്ഷാധികാരിയാണ്. ആ രക്ഷാധികാരി എന്ന നിലയ്ക്ക് ഞാനും നമ്മളുടെ രാധാകൃഷ്ണൻ സാറും കൂട്ട് വീട്ടിലിരുന്നിട്ട് നമ്മളുടെ അന്നത്തെ റവന്യൂ സെക്രട്ടറി അദ്ദേഹമായിട്ട് വലിയ പരിചയമായിരുന്നു. സംസാരിച്ചപ്പോൾ പറഞ്ഞു വേണ്ടത് ചെയ്യാം, ഉടനെ തന്നെ കഴിയുന്നു നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ടും, അതായത് ആ റവന്യൂ സെക്രട്ടറിയുടെ ശ്രമം കൊണ്ടും, ഇന്ന് അദ്ദേഹം റവന്യൂ സെക്രട്ടറി അല്ല, അദ്ദേഹം റിട്ടയർഡായി ചീഫ് സെക്രട്ടറി ആയത്. അപ്പോൾ ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഹൈദരാലിയുടെ ഒരു പേരിൽ കുറച്ച് സ്ഥലം കഥകളി ക്ലബിനായിട്ട് കിട്ടി, അല്ലെങ്കിൽ കൊടുത്തു. അത് കഥകളി ക്ലബിന് വാങ്ങാൻ സാധിച്ചു എന്നുള്ളത് അങ്ങേറ്റത്തെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആ കഥകളി ക്ലബ്ബ് ഉണ്ടാക്കണമെങ്കിലോ, പക്ഷേ നമുക്ക് കിട്ടിയതൊക്കെ അപകടത്തിലാണ്. അതായത് കളക്ട്രേറ്റിൻ്റെ അടുത്തോട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്തോ ആട്ടെ, ഏതായാലും കുറച്ച് കിട്ടിയെന്ന് പറയാമല്ലോ. മറ്റൊന്ന്, അവിടെ ഒരു തിയേറ്റർ പണിയണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കാശ് വേണം. കഥകളി ക്ലബിൻ്റെ മൂലധനം എടുത്താൽ തന്നെ മുഴുവൻ അത് വെച്ചാൽ അതുകൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള കാര്യം തീർച്ചയായും. അപ്പോൾ ഓരോരുത്തരുടെയും അങ്ങേറ്റത്തെ സഹാനുഭൂതിയോട് കൂടിയിട്ടുള്ള സംഭാവനകൾ ധാരാളം ക്ലബിലത്തെ മെമ്പർമാരല്ലാത്തവരുടെ നിന്നും അല്ലാത്തവരെ കൊണ്ട് തരിയിപ്പിച്ച് മുതൽ വളർത്തിക്കൊണ്ടുവരാൻ അതായത് നല്ലൊരു തിയേറ്റർ പണിയാൻ ഒരു കഥകളി ക്ലബ്ബ് ഒരു സ്ഥലം കിട്ടിയ അവസ്ഥയ്ക്ക് ഒരു കെട്ടിടം പണിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി തീർക്കണമെങ്കിൽ സഹൃദയരായിട്ടുള്ള മലയാളികളല്ലാത്തവരെ സമീപിച്ചും അത് അങ്ങേറ്റം കൊണ്ടുവന്നാൽ മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു മനസ്സിലത്തെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നമ്മളുടെ ഗവൺമെൻറ്റിന് ഇപ്പോൾ തീരെ കാശില്ല, ശമ്പളം കൊടുക്കാൻ കൂടിയില്ല. ആ ശമ്പളം കൊടുക്കാനില്ലാത്ത ഈ സമയത്ത് കൂടി നമ്മളുടെ ധനമന്ത്രി ബാലഗോപാലൻ പറഞ്ഞു 2 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ പറന്നു പോവില്ല. അത് നമുക്ക് കിട്ടുമായിരിക്കാം, പക്ഷേ പെട്ടെന്നുണ്ടാ കിട്ടിയെന്നും വരില്ല. കാരണം അവർക്ക് കാശ് വേണ്ടേ തരാൻ. ആ കാശില്ലാത്തതിൻ്റെ പ്രാരാബ്ദം നല്ലോണം അവർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ശമ്പളം കൊടുക്കാൻ കൂടി ഇല്ലാത്ത ആൾക്കാർ ഇവരെന്ത് ചെയ്യും? അപ്പോൾ ഏതായാലും അങ്ങനൊരു നല്ല വാക്ക് പറയാനുള്ള കാരണമുണ്ടായത് നമ്മളുടെ ബഹുമാനപ്പെട്ട ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ്റെ ശ്രമം കൂടി ഉണ്ടായതുകൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ ഒട്ടും നിവൃത്തിയില്ല. ഇന്നിപ്പോൾ ഈ ഉദ്ഘാടനം ഇവിടെ ക്ലബിൻ്റെ ഭാരവാഹികൾ ആരുടെ തലേന്ന് ഉദ്ദേശിച്ചായാലും വേണ്ടില്ല, ഞാൻ വേണം എന്ന് പറഞ്ഞു. നോട്ടീസിൽ കണ്ടപ്പോൾ മുഖ്യാതിഥി എന്ന് നമ്മളുടെ മന്ത്രി രാജൻ്റെ പേരും കണ്ടു. ഞാൻ ചോദിച്ചു, ആരെതിങ്ങനെ ഈ വികടം കാണിച്ച് എന്തിനാ എൻ്റെ പേര് ഈ ഉദ്ഘാടകനായിട്ട് നിശ്ചയിച്ചത്? അത് നമ്മളുടെ മന്ത്രി രാജനെ തന്നെ ആക്കിയാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചത് വേറെ ആരോടൊന്നുമല്ല, പ്രശാന്ത് മേനോൻ എന്നോടാണ് ചോദിച്ചത്, സെക്രട്ടറി ആണല്ലോ. അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഈ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ആവശ്യം ഗോപിയാശാൻ ഉദ്ഘാടനം ചെയ്യണം എന്നാണ്.
അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് നിശ്ചയിച്ചത് പറഞ്ഞു. അല്ല ഞാനിപ്പോൾ അതിന് അനുകൂലമായിട്ട് നിൽക്കാനേ പറ്റുമോ, തർക്കിക്കാൻ നിൽക്കാൻ പറ്റുമില്ല, തർക്കിച്ചതുമില്ല. എങ്കിലും ശരി, അതുകൊണ്ടായിരിക്കുമോ ഈ മുഖ്യാതിഥിയായിട്ട് വരാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ട് വരാതിരുന്നത് എന്നൊരു സംശയം. അല്ല എനിക്ക് കേട്ടോ, എനിക്കൊരു സംശയം. ആയിരിക്കില്ല എങ്കിൽ പോലും ആ കഥകളിയോടുള്ള ആത്മാർത്ഥത അദ്ദേഹത്തിന് നല്ലോണമുള്ള വ്യക്തിയാണ്. കഥകളി എന്ന കലയെ അങ്ങേറ്റം ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ധാരാളം എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള വ്യക്തി കൂടിയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭാവം ഇപ്പോൾ ഇതൊരു അഭാവമായിട്ട് തന്നെ തോന്നുന്നു എന്ന് മാത്രം. ഏതായാലും ഒരു കാര്യമുള്ളത് തീർച്ചയാണ്, ഈ കഥകളി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇതുവരെ നടന്നു വന്നിട്ടുള്ളത് മാസം മാസം കളികൾ നടക്കണു. അത് അങ്ങേറ്റം സന്തോഷകരമായി തന്നെ ആസ്വാദകർ ധാരാളമുണ്ട്. ആ ആസ്വാദകരുടെ മനസ്സിൻ്റെ സന്തോഷം എന്താണ് എന്നുള്ളത് അവരിൽ നിന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ, അതായത് ഓരോരോ കളി കഴിയുമ്പോഴും അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടുമ്പോൾ എല്ലാവർക്കും അച്ചായി വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റേതായുള്ള സന്തോഷം നിസ്സാരമല്ല. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ താലൂക്കിൽ പെട്ടതാണ് എന്ന് വിചാരിച്ച് പറയുന്നതുമല്ല. ഞാൻ കഥകളിക്കാരനാണ്, അതുകൊണ്ടാണ് അതിനെങ്ങനെ പുകഴ്ത്തി പറയുന്നത് എന്ന് ധരിക്കുകയും വേണ്ട. ഞാൻ കഥകളിക്കാരനാണ് എന്നുള്ളത് ശരി തന്നെയാണ്. ഇനി ഞാൻ കഥകളിക്കാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഇവിടെ ആകെ ഇപ്പം ഇതിൻ്റെ ഇടയിലിരിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ പിടിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇരിക്കുമ്പോൾ പിടിക്കണമെന്ന്. അപ്പോൾ പിന്നെ നിന്നാലത്തെ പിടിക്കണോ വേണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നടക്കുമ്പോൾ പിന്നെ പറയാനുമില്ല. രാധാകൃഷ്ണ സാറൊക്കെ അയ്യോ എന്നെ നടക്കുമ്പോൾ പിടിക്കേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സ്ഥലത്ത് എന്നെ പിടിക്കേണ്ടതാണ്, ആ വീണാ പോയാലോ അത് പറ്റില്ല. അപ്പോൾ അത്രയ്ക്കും അവശനാണ് എന്നുള്ള അവർക്ക് തന്നെ ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ കഥകളിക്കാരെന്ന് തർപ്പിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. ഇനിയും സുബ്രഹ്മണ്യം പറഞ്ഞോളൂ, ഇപ്പോഴല്ല. ഏതായാലും എല്ലാവർക്കും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്ന് ഞാൻ ധരിക്കുന്നു. മറ്റൊന്നുമല്ല, കഥകളി ക്ലബിനെ അങ്ങേറ്റം ഇനിയും ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിലത്തെ കഥകളി ക്ലബിൻ്റെ മെമ്പർമാരല്ലാത്ത ധാരാളം ആളുകൾ ഇതിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ അങ്ങേറ്റം ഉയരത്തിലെത്തിക്കാൻ വേണ്ടി സർവ്വശ്രമങ്ങളും നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ കഥകളി ക്ലബിൻ്റെ കെട്ടിടം പണിയാനുള്ള എല്ലാവിധ ശ്രമങ്ങളും എല്ലാവരും കൂടി നടത്താനുള്ള നടപടികൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതപ്രകാരം ഈ കഥകളി ക്ലബിൻ്റെ 60ാം വാർഷികം വജ്രജൂബിലി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. എല്ലാം തികഞ്ഞ സമ്പൂർണ്ണ കലയായ കഥകളി നമ്മുടെ കലയായി അറിയേണ്ടത് മലയാളിയുടെ കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ വികാസത്തിന് അനുഗുണമായ പ്രവർത്തന പദ്ധതികൾ നമ്മോട് പങ്കുവെച്ചുകൊണ്ട് അതിന് സഹൃദയരായ നമ്മുടെ ധർമ്മം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കലാമണ്ഡലം ഗോപിയാശാൻ നമ്മളോട് സംവദിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സാദര പ്രണാമം അർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാനെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയാണ്. പൊന്നാടയണിയിച്ച് ആദരിക്കുന്നത് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ. ആദരപൂർവം ഗോപിയാശാനെ ആദരവർപ്പിക്കുന്നതിനും ആദരവ് ഏറ്റുവാങ്ങുന്നതിന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാനെയും പ്രണാമപൂർവം ക്ഷണിക്കുകയാണ്. മംഗളപത്രം അവതരണം കുമാരി അദ്രിജാവർമ്മ. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാന് സമർപ്പിക്കുന്ന 7 ശ്ലോകങ്ങളടങ്ങുന്ന സപ്തതി സപ്തകം.
നന്മയ്ക്കുറ്റൊരു നിഷ്ഠ പോൽ കഥകളിക്കോലുന്നതാം ചിട്ടതന്നുണ്മയ്ക്കൂനമെഴാതെ കാത്തു കഥകളിക്കോലുന്നതാം ചിട്ടതന്നുണ്മയ്ക്കൂനമെഴാതെ കാത്തു പുകളിൻ പൂവാടി ഉൾപ്പൂകവേ ശർമ്മശ്രീയൊടു കാലമിന്നു നവഭാസേ കുന്നിത ശർമ്മശ്രീയൊടു കാലമിന്നു നവഭാസേ കുന്നിത ബാലസുബ്രഹ്മണ്യാഖ്യ മഹാനടൻ എഴുപതിൻ സമ്പൂജ്യ സമ്പൂർത്തിയാൽ കോട്ടം വിട്ടൊരു കോട്ടയം കഥകളിൽ കോട്ടയം കഥകളിൽ പ്രഖ്യാതമാം ചിട്ടതൻ ചട്ടം ശ്രീനിഷധേശ്വരാദി കഥയിൽ ചേരുന്ന ശ്രീനിഷധേശ്വരാദി കഥയിൽ ചേരുന്ന ചാരുത്വവും നിഷ്ഠയ്ക്കൊത്തു പുലർത്തി നായക ലസത്തേജസ്സൊടുത്തി നടശ്രേഷ്ഠൻ നായക ലസത്തേജസ്സൊടുത്തി നടശ്രേഷ്ഠൻ ശ്രേഷ്ഠകലയ്ക്കു നൂതന മഹസേകുന്നു നാൾ തോറുമേ പച്ചക്കെന്തൊരു കാന്തി പച്ചക്കെന്തൊരു കാന്തി ശാന്തി നിറയും സത്വാഭതൻ വാടിപോൽ ഉച്ചദ്യുതി കത്തി കത്തിടുവതാം ഉഗ്രപ്രതാപാഗ്നി പോൽ ഉച്ചദ്യുതി കത്തി കത്തിടുവതാം ഉഗ്രപ്രതാപാഗ്നി ഉഗ്രപ്രതാപാഗ്നി പോൽ നൽ ചന്തത്തൊടിതേ വിധം ഇതേ വിധം വിവിധമാം വേഷങ്ങളെ ചിട്ടതൻ മെച്ചത്താൽ ഇതേ വിധം വേഷങ്ങളെ ചിട്ടതൻ മെച്ചത്താൽ സ്മരണീയമാക്കി വഴിപോൽ എന്നാളും ഇന്നായകൻ ഗംഭീരം തവ വിക്രമം നടഗുരോ ഗംഭീരം തവ വിക്രമം നടഗുരോ ലങ്കേശ്വരൻ ജംഭജിത് കുംഭീന്ദ്രക്ഷതകാരി ഭൗമൻ നരിഹൃത്
അരിഹൃത് സംഭേദിയ ചേദിപൻ സംഭീതിപ്രദനായ കീചകൻ സംഭീതിപ്രദനായ കീചകൻ ഇതേ മട്ടെത്രയോ ശക്തർതൻ എത്രയോ ശക്തർതൻ ഗാംഭീര്യം ഭവദീയ നാട്യവിധിയാൽ കാണുന്നു നാടിന്നുമേ ഭവദീയ നാട്യവിധിയാൽ കാണുന്നു നാടിന്നുമേ ജ്ഞാതിവത്സലനായ ദൂതൻ ഉപായശാലി ജ്ഞാതിവത്സലനായ ദൂതൻ ഉപായശാലി ഹലിക്കു സംപ്രീതി ചേർത്ത കനിഷ്ഠൻ അർജുനനൂർജദായി സുഹൃദ്വരൻ ശ്രീതികഞ്ഞൊരു കൃഷ്ണവേഷം ശ്രീതികഞ്ഞൊരു കൃഷ്ണവേഷം ഇതേറെ വേദിയിലാടി വിഖ്യാതി നേടി കൃഷ്ണവേഷമിതേറെ വേദിയിലാടി വിഖ്യാതി നേടി കലാവനാന്ത സുമാധവാഭയൊടു കലാവനാന്ത സുമാധവാഭയൊടു കലാവനാന്ത സുമാധവാഭയൊടീ നടൻ വന്ധ്യഗുരുക്കൾ തൻ കളരിയിൽ സങ്കേത സംശുദ്ധിയൊത്തൊന്നായി തന്നിലുറച്ച കല്ലുവഴി തൻ ചിട്ടക്കെഴും വന്ധ്യഗുരുക്കൾ തൻ കളരിയിൽ സങ്കേത സംശുദ്ധിയൊത്തൊന്നായി തന്നിലുറച്ച കല്ലുവഴി തൻ ചിട്ടക്കെഴും ദീപ്തിയേ നന്നായി വേദികളിൽ സ്വശിഷ്യരിലുമായെങ്ങും പകർന്നിക്കലയ്ക്കെന്നാളും ഇക്കലയ്ക്കെന്നാളും പഥദീപമായി പ്രഥിതനീയാചാര്യൻ ആര്യാദൃതൻ വാരാളും സൗഹൃദത്തിൻ മധുരിമ മധുരം ഭാഷണം നാ
നാട്യമാകും സ്വാരാമത്തിൻ്റെ സംപോഷണം അതുലകലാജ്ഞാനം ഈ മട്ടിലെല്ലാം നേരായൊന്നിച്ചിണങ്ങും നടവര നേരായൊന്നിച്ചിണങ്ങും നടവര ചിരമങ്ങേക്കു ചേർക്കട്ടെ ഭവ്യ ശ്രീരാജത് സൗഖ്യപൂരം കരുണയുടു നടാധീശനാം പാർവതീശൻ നടവര ചിരമങ്ങേക്കു ചേർക്കട്ടെ ഭവ്യ ശ്രീരാജത് സൗഖ്യപൂരം കരുണയൊടു നടാധീശനാം പാർവതീശൻ. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാൻ്റെ നടന നടവഴികളിലേക്ക് വെളിച്ചം വീശിയ ഈ സപ്തതി സപ്തകം രചിച്ചത് ഡോക്ടർ AR ശ്രീകൃഷ്ണൻ. സപ്തതി സപ്തകം ആദരപൂർവം സമർപ്പിക്കുന്നു ബാലസുബ്രഹ്മണ്യാശാന്. ആദരണീയനായ യോഗാധ്യക്ഷൻ അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മോസ്. മകൻ്റെ 100ാമത്തെ പിറന്നാളിന് അമ്മ വയറയൊഴിഞ്ഞനുഗ്രഹിച്ച പോലെ ശിഷ്യൻ്റെ 70ാം പിറന്നാളിന് ഗുരുവണിയിച്ച അംഗവസ്ത്രം അനുഗ്രഹവർഷമേകിയപ്പോൾ നാട്യമാകും സ്വാരാമത്തിൻ്റെ പോഷണത്തിന് സംപോഷണത്തിന് അവിരാമം സമർപ്പിച്ച സ്വജീവിതം ധന്യമായി തീർന്നിരിക്കുകയാണ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദരപൂർവം പിറന്നാൾ ആശംസകൾ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാൻ. അനുഗ്രഹ ഭാഷണത്തിനായി രക്ഷാധികാരി അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാടിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ അനുഗ്രഹ പ്രഭാഷണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ അനുഗ്രഹ പ്രഭാഷണം നടത്താനുള്ള ശക്തിയോ ശേഷിയോ ഒന്നും എനിക്കില്ല. അതാദ്യം പറയട്ടെ. സപ്തതി ആഘോഷിക്കുന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന് എനിക്ക് പല നിലയിലും അടുപ്പമുണ്ട്. ബാലസുബ്രഹ്മണ്യൻ്റെ ജന്മദേശം ഗോപിയാശാൻ്റേത് തന്നെയാണ് കോതയറ. പെരിങ്ങോട്ടിൻ്റെ തൊട്ടടുത്ത് കഥകളിക്കളരി ഉണ്ടായിരുന്ന പൂമുള്ളി മനയിൽ എൻ്റെ ബ്രദറിനുള്ള 6ാം തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ബാലസുബ്രഹ്മണ്യനെ കേരള കലാമണ്ഡലത്തിൽ ചേരാൻ പ്രേരണ നൽകിയത്. തന്മൂലം ബാലസുബ്രഹ്മണ്യന് എന്നോടും നല്ല സൗഹൃദ ബന്ധമുണ്ട്. പിന്നെ എനിക്ക് കലാമണ്ഡലമായും ബന്ധമുണ്ട്. എൻ്റെ അച്ഛൻ ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാട്, ഫാദറിൻലോ OMC നാരായണൻ നമ്പൂതിരിപ്പാട്, ബ്രദറിൻലോ ഭാഗവി ഒളപ്പമണ്ണ, സിസ്റ്ററിൻലോ സുമംഗല, ഇവരെല്ലാം കലാമണ്ഡലത്തിൽ പല നിലയിൽ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് ബാലസുബ്രഹ്മണ്യൻ എന്നോടുള്ള സ്നേഹത്തിനും കാരണമായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ മൂലമായി ആകാം തൃശ്ശൂർ കഥകളി ക്ലബ്ബ് എനിക്ക് നൽകിയ നവതി പ്രണാമത്തിൽ ക്ലബിനെ സ്നേഹോപഹാരം കൃഷ്ണമുടി നൽകിയത് ബാലസുബ്രഹ്മണ്യനാണ്. തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ ഞാൻ ആരംഭം മുതൽ 1965 മുതൽ മെമ്പറും പ്രവർത്തകനുമാണ്. 1968 ബാലസുബ്രഹ്മണ്യൻ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായി ചേരുന്നത്. അതിനുശേഷം തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ കളികൾക്ക് കലാമണ്ഡലത്തിൻ്റെ കൂടെ ബാലസുബ്രഹ്മണ്യം വരുവാൻ തുടങ്ങി. ആദ്യം കുട്ടിത്തര വേഷങ്ങളും പിന്നീട് ആദ്യാവസാന വേഷങ്ങളും
കെട്ടിത്തുടങ്ങി. ചേറപ്പിൽ എൻ്റെ ഗൃഹത്തിൽ വെച്ചും KPC നാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെ ഗൃഹത്തിൽ വെച്ചും ബാലസുബ്രഹ്മണ്യൻ്റെ ചൊല്ലിയാട്ടം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ KPCയുടെ വിവരണത്തോടുകൂടി 11/7/75 ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ചൊല്ലിയാട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 2019 ജനുവരി മുതൽ ഒരു കൊല്ലം നീണ്ടുനിന്ന കഥകളി ആസ്വാദക കളരിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ആദ്യത്തെ ക്ലാസ് എടുത്തത് ബാലസുബ്രഹ്മണ്യനാണ്. ബാലസുബ്രഹ്മണ്യൻ കലാമണ്ഡലത്തിൽ അതിവിസ്തരിച്ച് പഠിച്ച് അവിടെ തന്നെ ആദ്യവസാനമായി 2009 മുതൽ 2011 വരെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ച് വിരമിച്ചു. ബാലസുബ്രഹ്മണ്യനെ തൃശ്ശൂർ കഥകളി ക്ലബ്ബ് അത്യുന്നത കലാകാരനുള്ള ഡോക്ടർ KN പിഷാരടി സ്മാരക സുവർണമുദ്രയും പ്രശസ്തി പത്രവും പൊന്നാടയും നൽകി ആദരിച്ചിട്ടുണ്ട്. 2016 ക്ലബ്ബ് സോവനിയറിലെ മുഖചിത്രം ബാലസുബ്രഹ്മണ്യൻ്റേതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ബാലസുബ്രഹ്മണ്യൻ തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ ആജീവന അംഗം കൂടിയാണ്. ബാലസുബ്രഹ്മണ്യൻ കേന്ദ്ര സംഗീതനാട അക്കാദമി അവാർഡ് ലഭിച്ചപ്പോൾ 2/5/2024 ക്ലബ്ബ് ആദരിച്ചിട്ടുണ്ട്. പട്ടിക്കാന്തുടി രാവണ്യമേനൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിട്ടപ്രധാനമായ കൃമീരവത്തിലെ ധർമ്മപുത്രർ ആണ് ഇന്നലെ അദ്ദേഹം ഇവിടെ തൃശ്ശൂർ ക്ലബ്ബിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അത്ര നിഷ്കർഷയോട് കൂടിയിട്ടാണ് അദ്ദേഹം നടത്തിയത്. പിന്നെ ഇന്ന് രാവിലെ ബാലസുബ്രഹ്മണ്യൻ്റെ സപ്തതി ആഘോഷങ്ങളോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിനെ ആദരിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത സർവമംഗള ട്രസ്റ്റിന് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ബാലസുബ്രഹ്മണ്യത്തിന് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സർവമംഗളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സപ്തതി ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം. അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട്, അങ്ങയുടെ അനുഗ്രഹ വചസ്സുകൾക്ക് സാദര പ്രണാമം. ബാലസുബ്രഹ്മണ്യാശാന് ആശംസകൾ നേർന്ന് സംസാരിക്കാൻ സാദരം ക്ഷണിക്കുന്നു. ചാലക്കുടി കഥകളി ക്ലബ്ബ് പ്രതിനിധി ചന്ദ്രൻ KN. ആശാനെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയാണ് അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട്. ആശംസാ ഭാഷണം ചാലക്കുടി കഥകളി ക്ലബ്ബ് പ്രതിനിധി ശ്രീ ചന്ദ്രൻ KN. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹൽ വ്യക്തികളെ നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രൻ. ഞാൻ ചാലക്കുടി നാരായണൻ നമ്പീശൻ്റെ രണ്ടാമത്തെ മകനാണ്. ചാലക്കുടി നാരായണൻ നമ്പീശൻ എൻ്റെ പേരിലുള്ള ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഓർമ്മ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1974 1978 ആശാൻ വിദേശ പര്യടനത്തിനായി ആശാൻ്റെ അച്ഛനും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് ചാലക്കുടിയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു, ദൈവൻ ആദ്യമായിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോണേ, വേണ്ട ഉപദേശം വേണ്ട പോലെ അവനെയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ, എടോ താനതിനൊന്നും വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ മകനെ പോലെ, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, അങ്ങനെ നോക്കിയോളൂ, ഒന്നും കൊണ്ടും പരിഭ്രമിക്കേണ്ട, അങ്ങനെ പറഞ്ഞൊരു ഓർമ്മ എനിക്കിപ്പോഴും അദ്ദേഹത്തിന് വരുന്നുണ്ട്. എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടും അച്ഛൻ പറഞ്ഞിട്ടൊക്കെയുള്ള ഓർമ്മകൾ. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, 9ാം ക്ലാസ്സിലോ ആ പ്രായത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ഈ സപ്തതി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിനും ചാലക്കുടി കഥകളി ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും ആശംസകൾ നേരുന്നതിനോടൊപ്പം ഈ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ എൻ്റെ പേരിലും ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബിൻ്റെ പേരിലും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ ചന്ദ്രൻ. പാലിയേക്കര ശ്രീഭദ്രം കലാസ്വാദക സമിതിക്ക് വേണ്ടി ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ബിജു കൃഷ്ണൻ.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, തൃശ്ശൂരിനോടടുത്ത് കിടക്കുന്ന പാലിയേക്കര ശ്രീഭദ്രം കലാസ്വാദക സമിതിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ആശംസ നേരാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ സർവമംഗള ട്രസ്റ്റിൻ്റെ ബാനറിൽ റിലീസ് ചെയ്ത കല്ലുവഴി ചിട്ടയുടെ കളിവട്ടം എന്ന ഡോക്യുമെൻ്ററി കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ബാലസുബ്രഹ്മണ്യാശാൻ്റെ പ്രവർത്തന മേഖലയോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. മാത്രവുമല്ല, ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ അണിയറയിൽ ചെന്നപ്പോൾ ആശാൻ പറഞ്ഞത് ഒരു 4 കൊല്ലം മുമ്പ് പാലിയേക്കരയിൽ ഇതേ വേഷം, അതായത് ചിട്ടപ്രധാനമായ കിർമിരവത്തിലെ ധർമ്മപുത്രർ കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ കഥകളി അവതരിപ്പിച്ചത്. അതിനെപ്പറ്റിയും കുറേ സംസാരിച്ചു. എന്തായാലും താൻ ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ 100% കമ്മിറ്റ്മെൻറ്റ് നൽകുന്ന ആശാന്, 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന ആശാന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടുകൂടി തന്നെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന തൃശ്ശൂർ കഥകളി ക്ലബിനും ആശംസകൾ നേരുകയാണ്. ഇത് ശ്രീഭദ്രത്തിൻ്റെ മാത്രമല്ല, ഈ വർഷം 10 വർഷം പൂർത്തിയാകുന്ന ഞാനും കൂടി ഉൾപ്പെട്ട ചേർപ്പ് കഥകളി ആസ്വാദക വേദിയുടെ വകയായിട്ടും ആശാന് പ്രത്യേകം ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ബിജു കൃഷ്ണൻ. ബാലസുബ്രഹ്മണ്യാശാൻ്റെ ശിഷ്യൻ കലാമണ്ഡലം അരുൺ വാര്യർ. ഗുരുനാഥന്മാരായിട്ടുള്ള ഗോപിയാശാൻ, ബാലസുബ്രഹ്മണ്യാശാൻ, വേദിയിലിരിക്കുന്ന മറ്റു മഹത് വ്യക്തികൾ, മുമ്പിലിരിക്കുന്ന കഥകളി ആസ്വാദകർ, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആശാൻ പറയാറുള്ളത് 70 വയസ്സായി എന്ന് പലരും പറയുന്നു എന്നാണ് ആശാൻ ചില വേഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ പറയാറുള്ളത്. അപ്പോൾ ചില അവതരണങ്ങളൊക്കെ കാണുമ്പോൾ ആശാൻ അത് ഇപ്പോൾ കുറച്ചായിട്ട് അത് നിലനിർത്തി തുടങ്ങുന്നുണ്ട് എന്നെനിക്കിങ്ങനെ തോന്നാറുണ്ട്. തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. ആശാൻ്റെ കളരിയിൽ ഞങ്ങൾ കുറച്ച് പേരാണ് അവസാനം ആശാൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അവിടുന്ന് പോരുന്നതിന് മുമ്പ് ആ കളരിയിലുണ്ടായിട്ടുള്ളത്. ആശാൻ്റെ കളരിയിലൊരു 9 വർഷത്തോളം അവിടെ പഠിക്കാൻ സാധിച്ചു. കൃഷ്ണകുമാർ ആശാൻ്റെ കളരിയിൽ നിന്ന് പിന്നെ ഞാൻ ആശാൻ്റെ കളരിയിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഇടത്തരം വേഷങ്ങൾ മുതലാണ് അവിടെ ആശാൻ്റെ കളരിയിൽ ചൊല്ലിയാടാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കാരണം ഒരു കാലത്ത് ശരീരത്തിന് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു ആ ചൊല്ലിയാട്ട കളരികൾ, ഞങ്ങൾക്ക് അറിയാം. പക്ഷേ എങ്കിലും പിന്നീട് അതിനെ ആശാൻ തന്നെ നിരന്തരം ചൊല്ലിയാട്ടത്തിലൂടെയും ഒക്കെ അതിനെ മാറ്റിയെടുത്ത് തരാൻ ശ്രമിച്ചിട്ടുണ്ട് ധാരാളം. അത് ഇരുന്ന ക്ലാസ്സുകളിലൂടെയും രാവിലെ ആശാന് ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടാണ് അന്ന് മുതൽ ആശാൻ സ്ഥിരം ഞങ്ങളുടെ കളരികളിൽ ഒഴിച്ചിൽ കളരിയായാലും മറ്റ് സാധാ കളരികളായാലും അതിന് ശേഷമുള്ള രാവിലെ 9 മണി മുതലുള്ള കളരികൾ, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീണ്ടും തുടങ്ങുന്ന കളരികൾ ഒക്കെ. എന്തായാലും അതൊക്കെ ഇന്നത് ആലോചിക്കുമ്പോൾ അന്ന് കിട്ടിയിട്ടുള്ള അടികൾ, പക്ഷെ അത് ഇന്ന് പറയുമ്പോൾ അത് മറ്റൊരു തരത്തിൽ അതിനെ എടുക്കരുത്. പക്ഷെ ആ അടിയുടെയൊക്കെ അതിൻ്റെ ഒരു മധുരമായിട്ടുള്ള ചില ഓർമ്മകളൊക്കെ ഇന്നും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിൽ. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ ഇന്നും, പ്രത്യേകിച്ച് കോട്ടയം കഥകളും കത്തിവേഷ പ്രധാനമായിട്ടുള്ള കഥകളൊക്കെ ചൊല്ലിയടിക്കുമ്പോൾ മഴക്കാലത്ത് ഒരു തരത്തിലും ആശാൻ ലീവ് എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ വളരെ ഒരു കർക്കശമായിട്ട് തന്നെ ആ കളരികൾ അവിടെ കലാമണ്ഡലത്തിൽ ആശാൻ ചെയ്തു. അതിനൊരു തടസ്സവും ആശാൻ വരുത്താൻ സമ്മതിക്കില്ലായിരുന്നു. എന്തായാലും ആശാന് ഇനിയുമുള്ള കാലം വളരെ ആരോഗ്യത്തിനൊന്നും യാതൊരു ദോഷവും വരാതെ അരങ്ങിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
നന്ദി ശ്രീ അരുൺ വാര്യർ. ബാലസുബ്രഹ്മണ്യാശാനെ ആദരിക്കുന്നതിന്, പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിന് തയ്യാറായിട്ടുള്ളവർ ഇപ്പോൾ വേദിയിലേക്ക് വരാവുന്നതാണ്. ഇക്കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ കഥകളി, സംഗീതം, കഥകളി ഇനങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എ ഗ്രേഡ് നേടി വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദനമാണ് ഇപ്പോൾ നടക്കുന്നത്. അനുമോദനം അർപ്പിക്കുന്നത് വേദിയിലെ വിശിഷ്ടരാണ്. അനുമോദനം ഏറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കഥകളി വേഷം സിംഗിൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ, ഹൈസ്കൂൾ വിഭാഗത്തിൽ കഥകളി വേഷം സിംഗിൾ അവതരിപ്പിച്ച എ ഗ്രേഡ് നേടിയ PG യദുകൃഷ്ണൻ. ഉപഹാരം സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നത് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കഥകളി വേഷം സിംഗിൾ VB നിവേദ്യ. പെട്ടെന്ന് വന്നോളൂ. VB നിവേദ്യ. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികളുടെ കഥകളി വേഷം ആണ് നിവേദിയെ സമ്മാനത്തിന് അർഹയാക്കിയത്. കഥകളി വേഷം ഗ്രൂപ്പ് ഹൈസ്കൂൾ വിഭാഗത്തിൽ KB പാർവതി. KB പാർവതി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അദ്രിജ P മേനോൻ. ഹൈസ്കൂൾ വിഭാഗമാണ് അദ്രിജ. ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി സംഗീതം ആൺകുട്ടികൾ PR ധനഞ്ജയ് കൃഷ്ണൻ. PR ധനഞ്ജയ് കൃഷ്ണൻ. വിജയികളായ മുഴുവൻ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. സമ്മാനദാനം നിർവഹിച്ച ആദരണീയർക്ക് പ്രണാമം. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാനെ മറുമൊഴിക്കായി സാദരം ക്ഷണിക്കുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വേദിയിലിരിക്കുന്ന അഭിവന്ദ്യ ഗുരുനാഥൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ, അധ്യക്ഷൻ അഷ്ടവദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസാർ അവർ, മറ്റു വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തികൾ, തൃശ്ശൂർ കഥകളി ക്ലബ്ബ് ഭാരവാഹികൾ, രാധാകൃഷ്ണൻ, ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ആദരിക്കുന്ന ബഹുമാനിക്കുന്നതായ തൃശ്ശൂർ ക്ലബിലെ ഏറ്റവും പഴക്കം ചേർന്ന ആദരണീയനായ CK നാരായണൻ നമ്പൂതിരിപ്പാട് അവർ, മുന്നിലിരിക്കുന്ന കഥകളി ആസ്വാദകരെ, കുടുംബാംഗങ്ങളെ, കഥകളി കലാകാരന്മാർ, എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വലിയ ഉദ്യമത്തിന് തുടങ്ങിയ കഥകളി ക്ലബിനോട് ഞാൻ വളരെ ആദരപൂർവം നന്ദി പറഞ്ഞുകൊള്ളുന്നു. സപ്തതിയിൽ എത്തി നിൽക്കുന്ന
സമയം കഥകളി ക്ലബ്ബ്, തൃശ്ശൂർ കഥകളി ക്ലബ്ബ് തന്നെ ആദ്യമായി ആഘോഷം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ രാജീവ് ആശാൻ മറ്റൊന്നും ആലോചിക്കരുത്, ഞങ്ങൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തൃശ്ശൂർ കഥകളി ക്ലബിനോട് മറിച്ചു പറയാൻ പറ്റാത്തതായുള്ള അനവധി കടമകളുണ്ട്. കാരണം എൻ്റെ കഥകളിയുടെ വളർച്ച കലാമണ്ഡലത്തിൽ പഠിച്ചു എങ്കിലും അവിടെ നിന്നും ധാരാളം പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. എങ്കിലും തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ നിന്ന് കിട്ടിയ കഥകളി പ്രോത്സാഹനം അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായുള്ള അനുഭവങ്ങളാണ്. കുട്ടിക്കാലം മുതൽ 68 കലാമണ്ഡലത്തിൽ ചേർന്നു. 69 മുതൽ ഈ തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ ഞാൻ കഥകളിക്ക് വരാൻ തുടങ്ങിയിട്ട് 69 വന്നപ്പോൾ പുറപ്പാടാണ്. കലാമണ്ഡലം അന്നത്തെ കുഞ്ചുനാരാശാൻ അടക്കുന്ന മേജർ ഗോപിയാശാനും കുഞ്ചാശാനും രാമുട്ടേശ്വരനും സൂപ്പർ മേജർ കഥകളിയായിരുന്നു റീജിയണൽ തിയേറ്ററിൽ നടന്നിരുന്നത്. അന്ന് ചെറിയ വേഷങ്ങൾ, പുറപ്പാട്, അല്ലാണ്ട് പശുപാലകന്മാർ കെട്ടാൽ ഗോപിയാശാൻ്റെ ഉത്തരൻ മാത്രം റീജിയണൽ തിയേറ്ററിൽ, അതിൽ പശുപാലകന്മാർ, അങ്ങനെ ചില എത്ര നല്ല കഥകളികൾ ഈ ക്ലബിൻ്റെ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ കഥകളിലെന്ന് പറഞ്ഞാൽ ഒരു നിറഞ്ഞ ആചാര്യന്മാരിൽ നിറഞ്ഞ കഥകളി, ഒരു കനത്തോടു കൂടിയ കളി നടന്ന ഒരു കഥകളി ക്ലബ്ബ് ആണ്. ആ കഥകളി ക്ലബ്ബുമായിട്ട് സ്നേഹബന്ധം വരാനും ഈ എൻ്റെ കലാജീവിതത്തിൽ ക്ലബിൽ അവതരിപ്പിച്ചും കൊണ്ട് വളർന്നു വരാനും ഇന്ന് ഈ 70-ൽ എത്തിയ എനിക്ക് ആദ്യമായി എൻ്റെ ആഘോഷം നടക്കുന്ന ഈ കഥകളി ക്ലബിനോട് എനിക്ക് മറ്റൊന്നും പറയാനില്ല. നിങ്ങളുടെ എല്ലാം ആ അനുഗ്രഹം കൊണ്ടും ആ സഹായം കൊണ്ടുമാണ് ഈ 70-ലും ഞാൻ ഇന്നലെ ക്രിമീരവധം ധർമ്മപുത്രർ ചെയ്യാൻ എനിക്ക് സാധിച്ചത് എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിനെല്ലാം ഇത്തരത്തിലെല്ലാം എനിക്ക് രംഗത്ത് അവതരിപ്പിക്കാൻ സാധിച്ചത് എൻ്റെ യോഗ്യതയല്ല, എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരായ കച്ചിമെണ്ണി തന്ന പത്മനാഭൻ നായരാശാനും പിന്നെ ആറ്റിക്കുറിച്ച് ചെത്തിമിനിക്ക് കുട്ടിത്തരം ഇടത്തരം ആദ്യവസാനം 2 വേഷങ്ങളും കളരിയിൽ അടിച്ചുറപ്പിച്ച് അഭ്യസിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനും അത് വീണ്ടും രാമൻകുട്ടി നായരാശാൻ്റെ കളരിയിലെത്തി ആദ്യവസാന വേഷങ്ങളും പഠിച്ചതും രണ്ടുപേരുടെയും അവരുടെ രണ്ടുപേരുടെയുമുള്ള ആ ശ്രദ്ധയും എന്നെ പഠിപ്പിച്ച ആ ഒരു അനുഗ്രഹവുമാണ് ഇന്ന് ഈ നിലയിലെത്തി ഇവിടെ നിൽക്കാൻ സാധിച്ചത്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ നിമിഷമാണ് ഈ 70-ൽ നിൽക്കുന്ന എനിക്ക് എൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുത്ത് പ്രദർശനം ആരംഭിച്ചിട്ട് വേണം തുടങ്ങാൻ എന്നുള്ള തീരുമാനം സുഹൃത്തായ സ്നേഹബന്ധത്തിൽ പരിചയപ്പെട്ടിട്ട് അടുത്ത സ്നേഹബന്ധം പുലർത്തി കൊണ്ടിരിക്കുന്ന അജയ് കുമാറിനെ ഞാൻ ഈ സമയം എൻ്റെ മനസ്സിൽ ആ ഒരു സുഹൃത്ത് ബന്ധം അത് ദൈവം തന്ന നിധിയാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അജയകുമാരും രാജീവും കൂടി തുടങ്ങിയ ഈ സംരംഭം കാലത്ത് ഡോക്യുമെൻ്ററി കാണിച്ചു, വൈകുന്നേരം ക്ലബ്ബ് എന്നെ ആദരിക്കുന്നു. എന്താണ് ഇതിനു പ്രതിക്രിയയോ വിധി തന്നെ തവ ചെയ്യും
എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നാൽ ഇനി എൻ്റെ കലാലോകത്തിലേക്ക് 70-ന് ശേഷം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ക്ലബിൻ്റെ സഹായമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കും. എനിക്ക് 70 എങ്കിൽ അടുത്ത കൊല്ലം 71-ാം പിറന്നാളാകുമ്പോഴേക്കും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ ക്ലബിൻ്റെ സഹായമുണ്ടെങ്കിൽ 70 ചെറിയ സ്കൂളുകളോ കോളേജുകളോ 70 കഥകളി ആസ്വാദന ക്ലാസ് നടത്തിയിരിക്കും. അത് നിങ്ങളുടെ സഹായവും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എന്നറിയും. കാരണം ഇവിടെ തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ ഒരു ആസ്വാദന ക്ലാസ് തുടങ്ങണമെന്നും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് കിട്ടുമെന്നും ഇത്തരത്തിലുള്ള കഥകളി ക്ലബ്ബ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് കൊണ്ടുള്ള സംരംഭം ഞാൻ ഈ ക്ലബിലെ സെക്രട്ടറിയായ രാധാകൃഷ്ണൻ വളരെ ചെറുപ്പം മുതൽ കുഴൂര് കളിക്ക് പോയി കണ്ട് പരിചയപ്പെട്ട ആളാണ്. എത്രയോ കാലത്തെ പഴക്കം എന്നൊന്ന് പറയാൻ പറ്റില്ല, അത്രയും അടുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ 2 ആളെ മനസ്സിൽ എപ്പോഴും കൃഷ്ണൻ നായരാശാനും ഇമ്രാന്തിയേട്ടനും ഗോപിയാശാനും അങ്ങനെ അത് കഴിഞ്ഞാൽ പിൻതലമുറയിൽ ഇഷ്ടപ്പെട്ട 2 പേരിൽ ഒരാളാണ് ഞാൻ. ആ സ്നേഹബന്ധം ഇദ്ദേഹം പ്രസിഡൻ്റായിപ്പോൾ എന്നോട് പറയുകയും അപ്പം ഞാൻ പറഞ്ഞ ആശയമാണ് പിന്നെ കഥകളി ക്ലബ്ബ് എഴുതലും ഈ സാധാരണ ക്ലാസ്സിൽ തുടങ്ങലും എഴുതി അയക്കലും ഗ്രാൻഡ് വാങ്ങലും ഞാൻ തന്നെയാണ്. ആശാന് അസൗകര്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ക്ലബ്ബ് ആവശ്യപ്പെട്ടു, ഞാൻ തന്നെ എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. അന്ന് ഞാൻ തന്നെ 2.5 മണിക്കൂർ ഡെമോൺസ്ട്രേഷൻ ചെയ്തു. പിന്നെ എൻ്റെ ഒരു പല പരിപാടികളായിട്ട് പോയി. നമുക്ക് വീണ്ടും തുടരാം. ആരോഗ്യം ധന്വന്തരമൂർത്തി ഗുരുവായൂരപ്പനും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ ഇങ്ങനെ ഒരു വലിയ ആദരിക്കൽ ചെയ്തതിന് നന്ദിയും സന്തോഷവും ഒന്നു മാത്രമേ പറയാനുള്ളൂ. എല്ലാവരുടെയും അനുഗ്രഹം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നിർത്തുന്നു. നമസ്കാരം. ആത്മസമർപ്പണത്തിൽ നിന്നുതിർന്ന ഹൃദയസ്പർശിയായ വാക്കുകൾക്ക് സാദര പ്രണാമം. കളരിയിലെ കാർക്കശ്യവും അരങ്ങിലെ പൂർണ്ണതയും സൗഹൃദങ്ങളിലെ മര്യാദകളും വാക്കുകളിലെ മാധുര്യവും വേറിട്ടതാക്കുന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാന് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേരുന്നു. ആശാൻ ശരദശതം ജീവിക്കൂ. ഈ കലാതീർത്ഥാടനം അവിരാമം തുടരുക. പിറന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ഈ ഒരു കാലാംശത്തിന് വിരാമമിടാറായി കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീനാരായണ ചാക്യാരെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലെ അഭിവന്ദ്യരെ, പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിച്ചതുകൊണ്ട് കൃതജ്ഞത പ്രകടനവും അതനുസരിച്ച് ചുരുക്കുകയാണ്. ഇന്ന് രാവിലെ കലുവഴി ചിട്ടയുടെ കളിവട്ടം എന്ന അതിമനോഹരമായ ഡോക്യുമെൻ്ററി കൃതഹസ്തനായ കേളി രാമചന്ദ്രൻ തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി നമ്മളെല്ലാവരും കണ്ടു. ഇന്നലെ അത്ഭുതകരമായ ക്രമീരൂപത്തിലെ ധർമ്മപുത്രരുടെ ചിട്ടപ്രധാനമായ പ്രകടനവും ആശാനിൽ നിന്ന് ബാലസുബ്രഹ്മണ്യനിൽ നമ്മൾ കണ്ടു. എൻ്റെയൊക്കെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന, ഇങ്ങനെ ചിട്ടപ്രധാനമായ വേഷങ്ങൾ അതിഗംഭീരമായി അവതരിപ്പിക്കുവാൻ ഉതകുന്ന പരിപൂർണമായ സമ്പുഷ്ടമായ ഒരാരോഗ്യ സ്ഥിതി, ആയുരാരോഗ്യ സൗഖ്യം ശ്രീ ബാലസുബ്രഹ്മണ്യൻ ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു.
ഇനി വളരെ ഔപചാരികമായ നന്ദി പ്രകടനത്തിലേക്ക്. ഇന്ന് ഈ സമാദരണ സദസ്സിൽ അധ്യക്ഷത വഹിച്ച ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായ അഷ്ടവൈദ്യൻ ബ്രഹ്മശ്രീ ടി നീലകണ്ഠൻ മൂസിന് ആഗതവുമായ നന്ദി പ്രകാശിപ്പിക്കട്ടെ. സമാദരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയും rather ഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്ത അഭിവദ്യനായ ഡോക്ടർ പത്മശ്രീ ഗോപി ആശാന് ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഇന്നത്തെ ശ്രദ്ധയുടെ കേന്ദ്ര സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും മറ്റ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങളെയും വളരെ നന്ദിപൂർവ്വം ഓർക്കട്ടെ. പിന്നെ ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡൻറ്റ് ശ്രീ കെ പി രാധാകൃഷ്ണൻ, സെക്രട്ടറി പ്രശാന്ത് ജി മേനോൻ തുടങ്ങി ക്ലബിൻ്റെ എല്ലാ മെമ്പർമാരും അഭ്യുദയകാംക്ഷികൾക്കും ഇന്നിവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. വളരെ താമസിയാതെ തന്നെ ഇന്നത്തെ നളചരിതം 3-ാം ദിവസം ആരംഭിക്കുന്നു. ഞാൻ വിട്ടുപോകുന്നില്ല. ഇന്നിവിടെ മെമൻറ്റോ ഞങ്ങളുടെ അനുമോദനം ഏറ്റുവാങ്ങിയ യുവജനോത്സവത്തിൽ സമ്മാനാർഹമായ കുട്ടികൾ, അവരോടൊപ്പം വന്ന രക്ഷിതാക്കൾ, ഇവരെയെല്ലാം വളരെ നന്ദിപൂർവം സ്മരിക്കുന്നു. ഇന്ന് അനുഗ്രഹ പ്രഭാഷണം രൂപേണ അവതരിപ്പിച്ച ഞങ്ങളുടെ രക്ഷാധികാരിയും കഥകളി ക്ലബിൻ്റെ തന്നെ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ തന്നെ ഏറെക്കാലമായ ചാലകശക്തി കൂടിയായ അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്, പ്രാർത്ഥന ചൊല്ലിയ ജയ അവണൂർ, എല്ലാവരെയും, അതേപോലെ ശ്രീ ചന്ദ്രൻ, ചാലക്കുടി കഥകളി ക്ലബിൻ്റെ ശ്രീ ചന്ദ്രൻ, പാലിയക്കര ശ്രീഭദ്രൻ കലാസമിതിയുടെ കെ ബിജു, പൊന്നാട അർപ്പിച്ച ഇരിങ്ങാലക്കുട കഥകളി ക്ലബിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ രമേശൻ നമ്പീശൻ, ഇന്നിവിടെ കമ്പയറിംഗ് വളരെ സ്തുത്യർഹമായ രീതിയിൽ നിർവഹിച്ച ശ്രീ ദേവി ടീച്ചർ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി ശ്രീ നാരായണ ചാക്യാർ. കലമണ്ഡലം ബാലസുബ്രഹ്മണ്യ ആശാനെ ആദരിക്കുന്നതിനായി മന്ത്രി ശ്രീ കെ രാജനെ ക്ഷണിക്കുന്നു. ആശാനോടും ബാക്കി എല്ലാവരോടും കഥകളി ക്ലബിൻ്റെ ഭാരവാഹികളോടും ദീർഘമായിട്ടുള്ളൊരു ക്ഷമാപണം. കുറച്ചുകൂടി നേരത്തെ എത്താം എന്ന് വിചാരിച്ചതാണ്. കൃത്യം 3:30 എത്തിയില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത വിധം പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു സമ്മേളനം നടക്കുന്നതുകൊണ്ട് അതൊന്ന് തീർന്നു കിട്ടാൻ ഇത്തിരി നേരം പിടിക്കും എന്നുള്ളത് കൊണ്ട് എത്താൻ വൈകുമെന്ന് രാധാകൃഷ്ണേട്ടനോട് നേരത്തെ പറഞ്ഞിരുന്നു. വിചാരിച്ചതിലും കുറച്ചുകൂടി വൈകി. ആശാനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കാളിയാകുക എന്നുള്ളത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എന്നുള്ളത് കൊണ്ട് കൂടി കഥകളി ആരംഭിക്കുന്നതിന് മുമ്പ് വന്ന് ആശാനെ ആദരിച്ച് ഒന്ന് വേദി വിടണം എന്നാണ് ആഗ്രഹിച്ചിരുന്നുള്ളൂ. ദീർഘമായിട്ടുള്ളൊരു സംസാരത്തിന് മുതിരുന്നില്ല, അതിനുള്ള സമയവുമല്ല. എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും എല്ലാവിധത്തിലുള്ള നന്മകളും സംസ്ഥാന സർക്കാർ